ഹായ്. കഴിഞ്ഞ ദിവസം ഞാൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ പ്രസ് മീറ്റ് കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ഓൺലൈൻ മീഡിയക്കാരൻ റോണി ഡേവിഡ് എന്ന് പറഞ്ഞ ആക്ടറുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അത് നമുക്ക് കണ്ടു നോക്കാം. വേറെന്തെങ്കിലും കിംവദന്തി വേണമെങ്കിൽ ചോദിക്കാം. തുടങ്ങി പറഞ്ഞു തീർന്നില്ല. എനിക്ക് അത് നീ ഇത്ര നേരം ചോദിക്കാറിയുമ്പോൾ എനിക്ക് അറിയുന്നു നീ ഇങ്ങനെ ഒരു സാധനം ഇടുന്നു. പറഞ്ഞോ. ദിലീപേട്ടന്റെ പടം ഫസ്റ്റ് ദിവസം നെഗറ്റീവ് പറഞ്ഞ പടം അത് പറഞ്ഞ അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കാത്ത? എന്താണ് അശ്വിൻ ഗോപിനെതിരെ എന്താ പ്രതികരിക്കുന്നത്? യുവമാരുടെ മെയിൻ പരിപാടിയാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആളുകളെ ദേഷ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ച് ഇപ്പോൾ അശ്വന്ത് ഗോക്കിനെയൊക്കെ പറ്റി എന്താണ് നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കാമായിരുന്നു. ഇതാണ് ഇവന്മാരുടെ ഏറ്റവും മെയിൻ പരിപാടി. ഇവന്മാർ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ആളുകളെ ദേഷ്യപ്പെടുത്തുക, അതിന് മറുപടി നൽകുക എന്നതാണ്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അതെന്ത് വർത്തമാനം? പുള്ളിക്ക് പറയാൻ പാടില്ല. പുള്ളി പറഞ്ഞല്ലോ, ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെയും ഓസിന് വാങ്ങി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വന്നില്ല. പുള്ളി അയാളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു. അപ്പൊ അതെന്താ നമ്മൾ പറയുന്നു? അത് വേറൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരുടെ ഏറ്റവും വലിയ പരിപാടിയായി കുത്തിത്തിരിപ്പ് ചോദ്യം. പക്ഷേ ഈ റോണി ഡേവിഡ് എന്ന് പറഞ്ഞ ആക്ടർ വളരെ മാന്യമായിട്ടാണ് അതിന് മറുപടി നൽകിയത്. നല്ല മാനേഴ്സോട് കൂടിയാണ് അതിന് മറുപടി നൽകിയത്. അത് അയാളുടെ ഇഷ്ടമാണ്. അയാൾ ഒരിക്കലും സൗജന്യമായിട്ടൊരു ടിക്കറ്റ് എടുത്ത് അയാളുടെ സിനിമ കാണുന്നതല്ല. അയാളുടെ പൈസ കൊടുത്ത് അയാളുടെ സൗകര്യത്തിനാണ് അയാളുടെ സിനിമ കാണുന്നത്. അപ്പോൾ അയാൾക്ക് റിവ്യൂ പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ ഇവന്മാർ വിചാരിച്ചതെന്തുവാ, അതിനെതിരായിട്ട് സംസാരിക്കുന്നതാണ്. അതിനെതിരായിട്ട് സംസാരിക്കുമ്പം ഇവന്മാർക്ക് കുറെ കൂടെ റീച്ച് കിട്ടുമല്ലോ. ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവർക്കിപ്പോൾ സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരു കാര്യമില്ല. അവർ ഇതുപോലുള്ള പരിപാടികൾക്ക് വന്ന് ഷൂട്ട് ചെയ്യും, എന്തെങ്കിലും ഇതുപോലെ കോൺസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കും, അവർ അത് അപ്ലോഡ് ചെയ്യും. അവർക്ക് ഒരുപാട് റീച്ച് കിട്ടും. അവർക്ക് നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് ഇവൻ ഇപ്പോൾ ചോദ്യം ചോദിച്ചത്. ആ സിനിമ ഞാനും കണ്ടായിരുന്നു OTT ഇറങ്ങിയപ്പോൾ. ആ സിനിമ അവർ ഉദ്ദേശിക്കുന്നതും ഇപ്പോൾ ഈ 2K കിഡ്സ് അവരിപ്പോൾ അവരുടെ പെരുമാറ്റങ്ങളൊക്കെ വളരെ മോശമായി. അവർ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, നമ്മുടെ നാട് വല്ലാതെ മാറിപ്പോയി എന്നൊക്കെ കാണിക്കാനാണ് ഇവർ ശ്രമിച്ചിരിക്കുന്നത്. സത്യത്തിൽ ആ സിനിമ കണ്ടപ്പം എനിക്ക് തോന്നിയത്, ഈ പ്രിൻസ് എന്ന് പറഞ്ഞ ആൾക്ക് നല്ല പ്രായമുള്ള ഒരാളാണ്. നല്ല പ്രായം ഉണ്ടായിരുന്നു. അയാൾക്ക് ആഗ്രഹമാണ് വളരെ യങ്ങായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം. അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിച്ച് ഈ പ്രിൻസും അയാളുടെ ഭാര്യയും തമ്മിൽ ഒരുപാട് വയസ്സിന് വ്യത്യാസമുണ്ട്. ഇവർ തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകാത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ഇൻഫ്ലുവൻസറെ കല്യാണം കഴിച്ചെന്നും വെച്ച് ഇങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, കുറച്ച് ആളുകൾ തട്ടിപ്പും കാണിക്കുന്നവരുണ്ട്. എന്താണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉർവശിയുടെ ക്യാരക്ടറാണ്. അവർ പറയുന്നത് ഇതുപോലുള്ള ഈ ഓൺലൈൻ മീഡിയ യുവന്മാരൊക്കെ ഉണ്ടല്ലോ, യുവന്മാർക്കെതിരെയാണ് അവർ സംസാരിക്കുന്നത്. ഒരു മൊബൈലുണ്ടെങ്കിൽ നിനക്കൊക്കെ എന്തും വിളിച്ച് പറയാൻ ഉള്ള അവകാശമൊന്നും ഈ നാട്ടിലില്ല, നിനക്കൊക്കെ എന്ത് തോന്നിയാസവും കാണിക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല എന്ന് അവർ പറയുന്നുണ്ട്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടത്. അത് യുവന്മാരെ ഫോക്കസ് ചെയ്തിട്ടാണ് ആ സിനിമ ഉർവശി കാണിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ പറയുകയാണെങ്കിലും ഇപ്പോൾ സിനിമക്കാർക്ക് ഇവർ ഒരു പടം വിജയിച്ചാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ സിനിമയുടെ ക്രൂ ഏറ്റെടുക്കും. പടം പരാജയപ്പെട്ടാൽ അത് റിവ്യൂസിൻ്റെ തലയിൽ വെച്ച് കൊടുക്കും. അത് ശരിയല്ല, അതൊരു ഇരട്ടത്താപ്പാണ്. അത് സിനിമ വിജയിച്ചാൽ ഒന്നെങ്കിൽ സിനിമ വിജയിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരാളുടെ തല വെച്ചിടണം. സിനിമ വിജയിക്കുകയാണെങ്കിൽ റിവ്യൂസിൻ്റെ തല വെച്ചിടണം. പരാജയപ്പെടുകയാണെങ്കിൽ അവരുടെ തല വെച്ചിടണം. അല്ലാതെ വിജയം സിനിമക്കാരും എടുക്കും, പരാജയവും റിവ്യൂസിൻ്റെ തലയിൽ കെട്ടി വെച്ചാൽ അത് ശരിയല്ല, അത് നല്ലതല്ല. ഇപ്പം ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇപ്പം ദിലീപേട്ടനുണ്ടോ ജോണി ആൻ്റണിയൊക്കെ ചോദിച്ചാൽ അവർക്കെതിരായിട്ട് സംസാരിക്കും. ഈ റിവ്യൂസിന് എതിരായിട്ട് സംസാരിക്കും. അവരെന്താണ് ഈ സമൂഹത്തിന് ചെയ്യുന്നത്, എന്ത് നന്മയാണ് അവർ ചെയ്യുന്നത്, അവർ ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്, അവർക്ക് ഒരുപാട് ഇൻകം ഉണ്ടാകുന്നുണ്ട്, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു സിനിമയെ തകർക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്, അവർ പറയും. ദിലീപേട്ടനൊക്കെ പറഞ്ഞ
ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം മലയാള സിനിമയിൽ ലാലേട്ടൻ ഇപ്പോൾ ഒടിയൻ തൊട്ടുള്ള സിനിമകളെല്ലാം പരാജയപ്പെട്ട സിനിമകളാണ്. ഇപ്പോൾ യൂട്യൂബ് റിവ്യൂസൊക്കെ ഉണ്ടായിരുന്ന സമയത്തും ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ട് ആറാട്ടും എലോങ്ങും മോൺസ്റ്ററും മരയ്ക്കാറും അങ്ങനെ ഒട്ടുമിക്ക സിനിമകളൊക്കെ പരാജയപ്പെട്ടു. പക്ഷേ അത് ഒരിക്കലും ഡൗൺ ആയിട്ടില്ല. അദ്ദേഹത്തിനോട് ഇപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ, ഇതുപോലൊരു കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറയത്തില്ല. എപ്പോഴും അദ്ദേഹം പോസിറ്റീവായിട്ട് മാത്രമേ മറുപടി കൊടുക്കത്തുള്ളൂ. ശരിയാവും, ശരിയാവും, നല്ലത് വരും, നല്ലതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ലാലേട്ടൻ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ അങ്ങനെ കാത്തിരുന്ന് ഈ 2025 2 ഹിറ്റാണ് അടുപ്പിച്ചത്. അതും ഭയങ്കര ഹിറ്റ് തന്നെയാണ്. മലയാള സിനിമയെ ലോകത്തിൽ തന്നെ വലിയൊരു കളക്ഷൻ രീതിയിൽ എത്തിച്ചാണ്, റെക്കോർഡ് എത്തിച്ചാണ് ലാലേട്ടൻ. അപ്പം ദിലീപേട്ടനൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള യുവന്മാരൊക്കെ ഇങ്ങനെ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ.